എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ രുദ്രായ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ശ്രീരുദ്രം 9-ാം അനുഭാഗം മന്ത്രം 1 മുതൽ 7 വരെയുള്ളതിൻ്റെ വ്യാഖ്യാനമാണ് ചെയ്തിരുന്നത്. ഇന്ന് 9-ാം അനുഭാഗത്തിലെ തന്നെ ബാക്കി മന്ത്രങ്ങൾ അതിൻ്റെ വ്യാഖ്യാനം നോക്കാം. കഴിഞ്ഞ വീഡിയോയിൽ 7-ാമത്തെ മന്ത്രം വരെ ചെയ്തിട്ടുണ്ടായിരുന്നു. 9-ാം അനുഭാഗത്തിലെ 7-ാമത്തെ മന്ത്രം വരെ വ്യാഖ്യാനിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ബാക്കിയുള്ള നോക്കാം. 8-ാമത്തെ മന്ത്രം. നമ പാഗും സവ്യായ രജസ്യായ ച. നമ പാഗും സവ്യായ രജസ്യായ ച. നമഃ ആർക്കായിക്കൊണ്ട്? പാഗും സവ്യഃ. പാഗും സവ്യഃ. പാഗും സ പാംസ പാംസു. വേർഡ് പാംസവ്യഃ എന്നാണ്. ഈ ഗ ചേർക്കുന്നതിൻ്റെ പറഞ്ഞിട്ടുണ്ട്. ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് മന്ത്രങ്ങളിൽ ഗ എങ്ങനെ വരുന്നു എന്നുള്ളത്. ചൊല്ലുന്ന അവസരത്തിൽ പാഗും സവ്യായ ച, പാഗും സവ്യായ, പാഗും സവ്യഃ, പാംസവ്യഃ. വേർഡ് ഇതാണ്. ചൊല്ലുന്ന അവസരത്തിൽ മന്ത്രം ചൊല്ലുമ്പോൾ പാഗും സവ്യഃ. അപ്പം നമ പാഗും സവ്യായ ച, പാഗും സവ്യായ, പാഗും സവ്യായ. അതായത് പാംസു പാംസവ്യഃ. പാഗും സവ്യഃ പാംസവ്യഃ. പാംസവ്യനായിക്കൊണ്ട്, പാംസവ്യനായിക്കൊണ്ട്. പാംസവ്യഃ പാംസുഹു. പാംസു. പാംസു എന്ന് പറഞ്ഞാൽ പൊടി, ധൂളി. പൊടി, മണ്ണിൻ്റെ പൊടി എന്ന് പറയാം. പൊടി എന്നർത്ഥം, ധൂളി എന്നർത്ഥം, രേണു എന്നുള്ള അർത്ഥമുണ്ട്. രേണു എന്ന് പറഞ്ഞാലും പൊടി എന്നുള്ള അർത്ഥമുണ്ട്. അതുപോലെ തന്നെ പൂമ്പൊടി എന്നുള്ള അർത്ഥം വേറെയുമുണ്ട് രേണു എന്ന് പറയുന്ന അവസ്ഥയിൽ. അപ്പോൾ ഇവിടെ പൊടിയിലും, പാംസുഷു പൊടികളിലും ആര് തന്നെയാണ് ഇരിക്കുന്നത്? രുദ്രഹേവ തിഷ്ഠതി തേജോരൂപേണ, അഥവാ രുദ്രസ്യ തേജഃ പ്രഭാവഃ ഏവ തിഷ്ഠതി. രുദ്രൻ്റെ പ്രഭാവം തന്നെയാണ്, അഥവാ ഓജസ് തേജസ് തന്നെയാണ്, രുദ്ര തേജസ് തന്നെയാണ്. രുദ്ര തേജഃ ഏവ തിഷ്ഠതി അവസ്ഥിതഃ പാംസുഷു. പാംസുഷു പൊടികളിൽ. ഇവിടെ രണ്ടാമത് രജസ്യായ. രജസ് എന്ന് പറഞ്ഞാലും പൊടി എന്നുള്ളത് തന്നെയാണ്. പിന്നെ രജോ ഗുണം, രജസ് 3 ഗുണങ്ങളുണ്ട്. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഇങ്ങനെ 3 എണ്ണമുണ്ട്. ആ അർത്ഥമുണ്ട് അതിന് രജസ് എന്ന് പറയുന്ന അർത്ഥത്തിൽ. ഇവിടെ രജസ് എന്ന് പറഞ്ഞാൽ പൊടി എന്നുള്ളതാണ് അർത്ഥം. അപ്പോൾ പാംസു എന്ന് പറഞ്ഞാൽ സൂക്ഷ്മരേണു, സൂക്ഷ്മമായ പൊടിയായിട്ടും. അപ്പം പാംസുഷു സൂക്ഷ്മമായ പൊടികളിൽ, സൂക്ഷ്മ രേണുഷു രുദ്രശക്തി ഏവ തിഷ്ഠതി. രുദ്രൻ്റെ ശക്തി തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അവസ്ഥിതഃ രുദ്ര തേജഃ ഏവ അവസ്ഥിതഃ പാംസുഷു തസ്മൈ രുദ്രായ നമഃ. അപ്പോൾ പൊടിയിലും, സൂക്ഷ്മരേണുഷു സൂക്ഷ്മമായ രേണുക്കളിൽ, പൊടികളിലും. അതുപോലെ തന്നെ പാംസുഷു പാംസവ്യഃ. പാംസവ്യഃ പാകം സവ്യഃ. പാംസവ്യഃ എന്ന് പറഞ്ഞെങ്കിൽ യഹ പാംസുഷു തിഷ്ഠതി സഹ ഏവ പാംസവ്യഃ. യഹ പാംസുഷു തിഷ്ഠതി. പാംസുക്കളിൽ, പൊടികളിൽ ആരാണോ ഇരിക്കുന്നത് അവൻ പാംസവ്യഃ എന്ന് അറിയപ്പെടുന്നു. അപ്പം സഹ ഏവ പാംസവ്യഃ. പൊടികളിരിക്കുന്നവനാരോ അവനാണ് പാംസവ്യ.
അപ്പോൾ പാംസവ്യനായ പൊടിയിലിരിക്കുന്നവനായ പാംസവ്യ പാംസവ്യായ പാംസുലിരിക്കുന്നവനായിക്കൊണ്ട് നമസ്കാരം. തസ്മൈ രുദ്രായ നമഃ, രുദ്രനായിക്കൊണ്ട് നമസ്കാരം. രജസ്യായജ, രജസ് എന്ന് പറഞ്ഞാലും ധൂളി രേണു എന്നുള്ള അർത്ഥം തന്നെയാണ്. പക്ഷെ ഇവിടെ എന്താണ്? സ്ഥൂല രേണു, സ്ഥൂലമായ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ വലിപ്പമുള്ള പൊടികളിലും, അപ്പോൾ ചെറിയ സൂക്ഷ്മാണുക്കളിലും അതുപോലെ തന്നെ വലിയ തരം പൊടികളിലും സ്ഥൂല രേണുഷു, സ്ഥൂലം പറഞ്ഞാൽ തടിച്ച വലിപ്പമുള്ള രേണുഷു അഭി രുദ്രഹേവ അവസ്ഥിത രുദ്രഹേവ തിഷ്ഠതി തസ്മൈ രുദ്രായ നമഃ. അപ്പം ചെറിയ പൊടികളിലും മാംസവിയായ ചെറിയ പൊടികളിൽ ഇരിക്കുന്നവനായിക്കൊണ്ടും അതുപോലെ രജസിലിരിക്കുന്നവൻ സ്ഥൂലരേണുക്കളിലും അവസ്ഥിത രുദ്ര തസ്മൈ രുദ്രായ നമഃ. രുദ്രഹേവ തിഷ്ഠതി, രുദ്രൻ തന്നെയാണ് ഏതിലും സ്ഥൂല അഥവാ അല്പം വലിപ്പമുള്ള പൊടികളിലും രുദ്രൻ്റെ തേജസ് തന്നെയാണ് കുടികൊള്ളുന്നത്. രുദ്രഹേവ തിഷ്ഠതി തേജോരൂപേണ. അപ്പോൾ തസ്മൈ രുദ്രായ നമഃ, ആ രുദ്രനെ കൊണ്ട് നമസ്കാരം. 9ാമത്തെ മന്ത്രം. നമ ശുഷ്ക്യായ ഹരിത്യായ നമഃ. ആർക്കായിക്കൊണ്ട്? ശുഷ്കത്തിലിരിക്കുന്ന ശുഷ്കമായുള്ള ശുഷ്കകാഷ്ടേഷു. ശുഷ്കം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീരസം, രസമില്ലാത്തത്, ഉണങ്ങിയതെന്നർത്ഥം. രസമില്ലാത്ത നീരസം. അപ്പം ശുഷ്കമായിട്ടുള്ള ഉണങ്ങിയ സസ്യലതാദികളിൽ ശുഷ്ക്യായ ശുഷ്കം, ഉണങ്ങിയത്, നീരസം, രസമില്ലാത്തത്, അതാ ജീവരസം ഇല്ലാത്തതെന്നർത്ഥം, ഉണങ്ങിപ്പോയതെന്നർത്ഥം. നമ്മ ശുഷ്ക്യായ ഇപ്പം ശുഷ്കത്തിലും ഉണങ്ങിയ സസ്യലതാദികളിലും അതുപോലെ ഹരിത്യായ ഹരിതവർണ്ണത്തിലുള്ളത് എന്ന് പറഞ്ഞാൽ രസമുള്ളത്, ജീവസ് ഉള്ള സസ്യലതാദികളിലും ആര് തന്നെയാണ് ഇരിക്കുന്നത്? രുദ്രഹേവ തിഷ്ഠതി, രുദ്രഹേവ തേജോരൂപേണ അവസ്ഥിത. രുദ്രൻ തന്നെയാണ്, അഥവാ രുദ്ര തേജോരൂപത്തിൽ അഥവാ രുദ്ര തേജസ് തന്നെയാണ് അവസ്ഥിത തിഷ്ഠതി ഇരിക്കുന്നത്. ഏതിലും ശുഷ്കിയായ ശുഷ്കകാഷ്ടേഷു, ഉണങ്ങിയ വിറകുകളിലും അല്ലെങ്കിൽ ഉണങ്ങിയ സസ്യലതാദികളിലും അതുപോലെ ഹരിത്യായ ജീവരസമുള്ള ഹരിതവർണ്ണമുള്ള സസ്യലതാദി എന്ന് പറഞ്ഞെങ്കിൽ ജീവനുള്ളത് സസ്യലതാദികളിലും ആര് തന്നെയാണ് ഇരിക്കുന്നത്? രുദ്രഹേവ തിഷ്ഠതി അഥവാ രുദ്രശക്തിഹേവ ഉപസ്ഥിത. രുദ്രൻ്റെ ശക്തി തന്നെയാണ് അതിലും ഉപസ്ഥിതമായിരിക്കുന്നത്. തസ്മൈ രുദ്രായ രുദ്രനെ കൊണ്ട് നമസ്കാരം. അപ്പോൾ നമ്മ ശുഷ്ക്യായ ഹരിത്യായ ശുഷ്കത്തിലും ഉണങ്ങിയ സസ്യലതാദികളിൽ ഇരിക്കുന്നവനും അതുപോലെ ഹരിത്യായ പച്ചപ്പുള്ള അഥവാ ജീവനുള്ള ഹരിതവർണ്ണത്തിലുള്ള സസ്യലതാദികൾ ഇരിക്കുന്നവനുമായ തസ്മൈ രുദ്രായ നമഃ, ആ രുദ്രനായിക്കൊണ്ട് നമസ്കാരം. അടുത്ത 10ാമത്തെ മന്ത്രം. നമോ ലോപ്യായ ലപ്യായ നമോ ലോപ്യായ അലപ്യായ നമോ, ഒന്നിച്ച് പറയുമ്പോൾ നമോ ലോപ്യായ ലപ്യായ നമഃ. ആർക്കായിക്കൊണ്ട്? ലോപ്യ ലോപ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോമളം തൃണം, വളരെ മൃദുവായിട്ടുള്ള പുൽവർഗം, മൃദുവായ പുൽവർഗം. അപ്പോൾ മൃദുവായ തൃണവർഗത്തിലും പുല്ലും അല്ലെങ്കിൽ പുൽപ്രദേശങ്ങളിലും മൃദുവായിട്ടുള്ള പുൽ നിറഞ്ഞ പ്രദേശം എന്നോ അല്ലെങ്കിൽ തൃണം എന്നോ പുൽവർഗ്ഗങ്ങളിൽ മൃദുവായിട്ടുള്ള പുൽവർഗ്ഗങ്ങൾ, മൃദുവല്ലാത്തതുകൊണ്ട് കോഴ്സായിട്ടുള്ളത്, അതായത് വളരെ പരുക്കനായിട്ടുള്ള പുൽവർഗ്ഗങ്ങളുള്ള സ്ഥലങ്ങളുമുണ്ട്. അപ്പോൾ ഈ രണ്ടിലും മൃദം തന്നെയാണ് എന്നാണ് പറയുന്നത്.
ഈ രണ്ടിലും ഉപസ്ഥിതനായിരിക്കുന്നത് ആര് തന്നെയാണ്? രുദ്രൻ. അതായത് നമോ ലോപ്യായ ലോപ്യഃ കോമളതൃണേ അഭി രുദ്രഹേവ തിഷ്ഠതി. അഥവാ രുദ്രതേജഃ ഏവ, അല്ലെങ്കിൽ അഥവാ രുദ്രശക്തി ഏവ ഉപസ്ഥിത. ശക്തി ഉപസ്ഥിത, തേജഃ ഉപസ്ഥിത. ശക്തി എന്ന് പറയുന്നത് സ്ത്രീലിംഗ ഒരു പ്രയോഗമാണ് വരുന്നത്, അതുകൊണ്ടാണ് ഉപസ്ഥിത എന്ന് പറയുന്നത്. നേരെ വെച്ചാൽ തിഷ്ഠതി എന്ന് പറയുന്ന സ്ഥലം. തേജഃ എന്ന് പറയുന്ന സ്ഥലം നൗണാണ്. തേജസ്, അത് പുല്ലിംഗം, അതുകൊണ്ട് ഉപസ്ഥിത, മറ്റത് ഉപസ്ഥിത. അപ്പോൾ നമോ ലോപ്യായ ലപ്യായ ച. ലോപ്യഃ ലോഭഃ എന്ന് പറഞ്ഞാൽ കോമള തൃണം, മിനുസമുള്ള മൃദുവായ പുൽവർഗ്ഗങ്ങൾ. ആ പുൽവർഗത്തിലും ആര് തന്നെയാണ്? കോമള തൃണേ അഭി, കോമളമായിട്ടുള്ള മൃദുവായിട്ടുള്ള തൃണേ അഭി, തൃണത്തിലും രുദ്രഹേവ ഉപസ്ഥിത. കോമള തൃണേ അഭി രുദ്രഹേവ ഉപസ്ഥിത. വേറെ വ്യാഖ്യാനം കാണുന്നുണ്ട്. അഥവാ കോമള തൃണം ഉള്ള പ്രദേശത്തെ, യസ്മിൻ പ്രദേശേ കോമള തൃണാനി സന്ധി തത്ര അഭി രുദ്രഹേവ തിഷ്ഠതി. യസ്മിൻ പ്രദേശേ കോമള തൃണാനി തിഷ്ഠന്തി, അല്ലെങ്കിൽ കോമള തൃണാനി സന്ധി, കോമള തൃണാനി ഉള്ള പ്രദേശം. യസ്മിൻ ഏത് പ്രദേശത്തിലാണോ ഉള്ളത് അതിലും, തസ്മിനേവ അതിലും, ആ പ്രദേശത്തിലും, തസ്മിൻ പ്രദേശേ അഭി രുദ്രഹേവ തിഷ്ഠതി എന്നുള്ളൊരു വ്യാഖ്യാനം ഉണ്ട്. ഇവിടെ ശരിക്കും ലോഭക എന്ന് പറഞ്ഞാൽ കോമളം തൃണം, ഇപ്പോൾ ലോപ്യക എന്ന് പറഞ്ഞാൽ കോമള തൃണരൂപത്തിലുള്ള, കോമള തൃണരൂപേണ യഹ തിഷ്ഠതി തസ്മൈ രുദ്രായ നമഃ. അപ്പോൾ ലോപ്യായ, ലോഭക കോമളതൃണം, ലോപ്യഃ യഹ കോമള തൃണേ തിഷ്ഠതി. ആരാണ് കോമള തൃണത്തിൽ, ആ രൂപത്തിൽ കോമള തൃണരൂപേണ തിഷ്ഠതി, അവനായിക്കൊണ്ട് തസ്മൈ, ആരാണത്? രുദ്രായ നമഃ. ആ രുദ്രനായിക്കൊണ്ട് നമസ്കാരം. നമോ ലോപ്യായ ച ഉലപ്യായ. ചൊല്ലുന്ന അവസരത്തിൽ നമോ ലോപ്യായ ജോലപ്യായ ച, ചോലപ്യായ ച ഉലപ്യായ. ആദ്യം ലോപ്യായ ലോഭഃ, പിന്നെ ലോപ്യായ ച ഉലപ്യായ. ഉലപ്യായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഠിനതൃണം, കഠിന പ്രദേശം, കഠിനതൃണം. ഉലപ്യായ ഉലഭ എന്ന് പറഞ്ഞാൽ ബൽവജ തൃണാദയ. ബൽവജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാഠിന്യമേറിയ, കഠിന തൃണവർഗ, കഠിനമായിട്ടുള്ള എന്താ കോഴ്സായിട്ടുള്ള പരുക്കൻ പുൽപ്രദേശം, പുല്ലുകൾ. ഈ പരുക്കൻ പുല്ലുകളിലും കഠിന തൃണേ അഭി ബൽവജാതൃണേഷു, തൃണേ എന്ന് പറയുമ്പോൾ സിംഗുലർ, തൃണത്തിലും, തൃണേഷു തൃണങ്ങളിലും, പുൽവർഗത്തിലും, കടുത്ത കാഠിന്യമേറിയ പുൽവർഗത്തിലും രുദ്രഹേവ തിഷ്ഠതി. അപ്പോൾ ബൽവജ തൃണരൂപേണ, കഠിനമായ തൃണരൂപത്തിലും ആര് തന്നെയാണ് ഉപസ്ഥിത? രുദ്രഹേവ തേജരൂപേണ തിഷ്ഠതി, രുദ്രശക്തിക്ക് ഏവ ഉപസ്ഥിത. തസ്മൈ രുദ്രായ നമഃ. നമോ ലോപ്യായ ജോലപ്യായ ച. അടുത്തത് 11ാമത്തെ മന്ത്രം. നമ ഊർവ്യായ ജ സോമ്യായ ജ. നമ ആർക്കായക്കൊണ്ട്? ഊർവ്യായ, ഉർവനായിക്കൊണ്ട്. എന്താണ് ഉർവഹ? ഉർവ എന്ന് പറഞ്ഞാൽ വിശാലമായ എന്നർത്ഥമുണ്ട്.
വിശാല പ്രദേശം എന്നർത്ഥമുണ്ട്. അതുപോലെ ഉർവഹ എന്ന് പറയാൻ സമുദ്രസ്യ അധോഭാഗെ സ്ഥിത അഗ്നിജ്വാല അഗ്നി. സമുദ്രസ്യ അധോഭാഗെ അന്തർഭാഗെ ഉപസ്ഥിത അഗ്നിജ്വാല എന്ന അർത്ഥമുണ്ട്. ഇവിടെ അത് തന്നെയാണ് എടുക്കേണ്ടിയിരിക്കുന്നത്. വിശാലമായ പ്രദേശത്ത് എന്നുള്ള രീതിയിൽ വ്യാഖ്യാനമുണ്ട്. ഇവിടെ നമ ഊർവ്യായജ സൂർമ്യായജ ഊർവ്യായ ഉർവഹ ഉർവനായിക്കൊണ്ട് നമസ്കാരം. ഉർവൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ജ്വാലാരൂപേണ യഹ തിഷ്ഠതി. അഗ്നിജ്വാലാരൂപത്തിലും അഗ്നിയിൽ വയ്ക്കുന്ന ജ്വാലകളിലും ആര് തന്നെയാണ് ഇരിക്കുന്നത്? രുദ്രഹേവ രുദ്രതേജഹേവ ഉപസ്ഥിത. രുദ്രൻ്റെ തേജസ് തന്നെയാണ് അഗ്നിജ്വാലകളിലും. ഇവിടെ സമുദ്രാന്തർഭാഗത്തുള്ള സമുദ്രാന്തർഭാഗെ സ്ഥിത അഗ്നിജ്വാല. സമുദ്രാന്തർഭാഗെ സമുദ്രസ്യ അധോഭാഗെ സ്ഥിത അഗ്നിജ്വാല. അതിൽ എന്ന അർത്ഥമാണ് പറഞ്ഞത്. പക്ഷേ ഇതിൽ രണ്ടെണ്ണം വരുന്നുണ്ട്. ഇവിടെ സാധാ അഗ്നിജ്വാല എന്ന അർത്ഥത്തിൽ എടുക്കേണ്ടിയിരിക്കുന്നു. അർത്ഥങ്ങൾ ഇത്രയുമുണ്ട്. ഒന്ന് ഉർവ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റൻസീവ്, വിശാല പ്രദേശ വിശാലമായ പ്രദേശം എന്നും ഭൂഭാഗമെന്നും. അതുപോലെ തന്നെ ഉർവഹ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദ്രസ്യ അധോഭാഗെ അന്തർഭാഗെ സ്ഥിത അഗ്നി, സ്ഥിതി ചെയ്യുന്ന അഗ്നി എന്നും അർത്ഥമുണ്ട്. ആ അഗ്നിജ്വാലയിലും തസ്മിൻ ജ്വാലേ അഭി തസ്മിൻ ജ്വാലായാം അഭി ആര് തന്നെയാണ് ഇരിക്കുന്നത്? രുദ്രശക്തിഹേവ ഉപസ്ഥിത. രുദ്രൻ്റെ ശക്തി തന്നെയാണ്. രുദ്രതേജഹേവ അഥവാ രുദ്രഹേവ തേജോരൂപേണ അഗ്നിജ്വാലായാം തിഷ്ഠതി. അഗ്നിജ്വാലയിൽ ഇരിക്കുന്നു, സ്ഥിതി ചെയ്യുന്നു, വർത്തിക്കുന്നു. തസ്മൈ രുദ്രായ നമഃ. ആ രുദ്രനായിക്കൊണ്ട് നമസ്കാരം. നമ ഊർവ്യായജ ആണ്. ഉർവഹ ഇവിടെ അഗ്നിജ്വാല നിർത്താൽ മതി. അന്തർഭാഗത്തുള്ള സമുദ്രാന്തർഭാഗത്തുള്ള സമുദ്രത്തിൻ്റെ അടിത്തട്ടിലുള്ള അഗ്നി എന്ന് എടുക്കേണ്ടതില്ല. പക്ഷേ ഉപരിതലേ ഭൗമോപരിതലേ സ്ഥിതൗ അഗ്നൗ അഭി ആര് തന്നെയാണ്? ഭൗമോപരിതലത്തിലുള്ള നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ഈ അഗ്നിയിലും, അതുപോലെ തന്നെ സമുദ്രസ്യ അധോഭാഗേ സ്ഥിത അഗ്നി, ആ അഗ്നിയിലും തസ്മിനഭി ആര് തന്നെയാണ് ഇരിക്കുന്നത്? രുദ്രഹേവ തിഷ്ഠതി എന്ന് നമുക്ക് പറയാം. ഇവിടെ ഊർവ്യായ, അപ്പോൾ ഊർവഹ എന്ന് പറഞ്ഞെങ്കിൽ ഇവിടെ അഗ്നി എന്ന അർത്ഥം മാത്രം എടുത്താൽ മതി. അപ്പോൾ സാധാരണ അഗ്നിയുടെ ജ്വാലയിലും അഗ്നേഹ ജ്വാലയവി അഗ്നിയുടെ ജ്വാലയിലും ആര് തന്നെ? രുദ്രഹേവ തേജോരൂപേണ തിഷ്ഠതി. തസ്മൈ രുദ്രായ നമഃ. പിന്നുള്ളത് നമ ഊർവ്യായ ഊർവ അഗ്നി നിർത്താൽ മതി, അഗ്നിജ്വാല. സൂർമ്യായജ, പിന്നെയുള്ളത് സൂർമ്യായജ എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് സാധാ അഗ്നി എന്നും. അതുപോലെ തന്നെ ഇനി സൂർമ്യായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൽപ്പാന്തകാല പ്രളയാഗ്നിരൂപേണ അഭിരുദ്രഹേവ തിഷ്ഠതി. കൽപ്പാന്തകാലത്തിൽ പ്രളയം നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പ്രലയം, ലയിപ്പിക്കുന്നത്. കൽപ്പാന്തകാല രുദ്രഹ എന്താ ചെയ്യുന്നത്? യത് സഹ സൃഷ്ടവാൻ എന്തൊക്കെ സൃഷ്ടിച്ചുവോ അതിനെയെല്ലാം താൻ സഹ രുദ്രഹ സ്വസ്മിൻ ഏവ ലയനം കരോതി, അഥവാ
യഹ യഹ യം യം സഹ സൃഷ്ടവാൻ, എന്തിനെയൊക്കെ സൃഷ്ടിച്ചുവോ, എന്തെന്തൊക്കെ സൃഷ്ടിച്ചുവോ, താൻ സഹ സ്വയം ഗ്രാസതി, അഥവാ തസ്മിന്നേവ ലയനം കരോതി, തന്നിൽ തന്നെ ലയിപ്പിക്കുന്നു. അഥവാ സൃഷ്ടിച്ചതിനെ മുഴുവനും സ്വയം അത് പിൻവലിക്കുന്നു. തന്നിൽ നിന്ന് സൃഷ്ടിച്ചത് തന്നിലേക്ക് തന്നെ ലയനം നടത്തുന്നത്. പ്രലയനം, പ്രളയം, പ്രലയം, ലയിപ്പിക്കുന്നു. നമ്മൾ മലയാളത്തിൽ പ്രളയം എന്ന് പറയുമ്പോൾ നമ്മൾ ജലപ്രളയം എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നത്. ശരിക്കും സംസ്കൃതത്തിൽ പ്രലയം, ലയിപ്പിച്ചു കളയുന്നത് ഏതോ അത്. അപ്പോൾ അഗ്നി രൂപത്തിൽ, അതാണ് കാലാഗ്നി രൂപം. കാലാഗ്നി എല്ലാത്തിനും ഡിസ്ട്രോയ് ചെയ്യുന്ന, സംഹാരം ചെയ്യുന്ന പ്രളയകാല അഗ്നി. സോ കൽപ്പാന്തകാലെ പ്രളയാഗ്നി രൂപേണ എന്തിനായിക്കൊണ്ട് ഗ്രാസനം കർത്തും, എല്ലാത്തിനെയും വിഴുങ്ങുന്നതിനായിട്ട്, ലയനം കർത്തും, എല്ലാത്തിനെയും ലയിപ്പിക്കുന്നതിനായിട്ട്, ഇതിൽ സ്വസ്മിൻ ഏവ, തന്നിൽ തന്നെ ലയിപ്പിക്കുന്നതിനായിക്കൊണ്ട് അഗ്നിരൂപത്തിൽ സകലതിനെയും സംഹരിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാത്തിനെയും തന്നിലേക്ക് തന്നെ സ്വസ്മിനേവ ലയനം കരോതി, അഥവാ രുദ്രഹ ഗ്രാസനം കരോതി, അതിനെ വിഴുങ്ങുന്നു. സൃഷ്ടിച്ച സാധനങ്ങളും തന്നെ തന്നെ ലയിപ്പിക്കുന്നു, അത് വിഴുങ്ങുന്നു അർത്ഥം. അതിന് പ്രളയാഗ്നിയാണ്. അതായത് കൽപ്പാന്തകാല പ്രളയാഗ്നി രൂപേണ, കൽപ്പാന്തകാലത്തിലുള്ള ആ പ്രളയാഗ്നി രൂപത്തിലും ആരുതിനാണ് തിഷ്ടതി, രുദ്രഹേവ തിഷ്ടതി. അപ്പോൾ ഇവിടെ നമ ഊർവ്യായ ജ സൂർമ്യായ ജ, ഊർവ്യായ സാധാ അഗ്നിജ്വാലകളായിരിക്കുന്നവനും, ഊർവ്യായ, ഊർവഹ അഗ്നി അഥവാ അഗ്നിജ്വാല. അപ്പോൾ ഊർവ്യഹ അഗ്നിരൂപത്തിലിരിക്കുന്ന, യഹ അഗ്നിരൂപേണ തിഷ്ടതി, തസ്മൈ അവനെക്കൊണ്ട്, ഊർവ്യായ നമഃ, നമ ഊർവ്യായ ജ സൂർമ്യായ ജ, പിന്നെ സൂർമ്യായ ജ കൽപ്പാന്തകാലത്തിലുണ്ടാകുന്ന പ്രളയാഗ്നി രൂപത്തിലും പ്രളയാഗ്നി ജ്വാലാരൂപത്തിലും പ്രളയാഗ്നി രൂപേണ അഭി രുദ്രഹേവ തേജരൂപേണ തിഷ്ടതി തസ്മൈ രുദ്രായ നമഃ. അപ്പോൾ ഊർവ്യായ സാധാ അഗ്നി ജ്വാലാരൂപത്തിലും അതുപോലെ തന്നെ കൽപ്പാന്തകാലത്തിലുണ്ടാകുന്ന പ്രളയാഗ്നി രൂപത്തിലും ഇരിക്കുന്ന രുദ്രനായിക്കൊണ്ട് നമസ്കാരം. നമ ഊർവ്യായ ജ സൂർമ്യായ ജ. അതുപോലെയുള്ള ഒന്ന് ചൊല്ലാം. നമ പാകം സ്വവ്യായ ജ രജസ്യായ ജ, നമ ശുഷ്ക്യായ ജ ഹരിത്യായ ജ, നമോ ലോപ്യായ ജോ ലപ്യായ ജ, നമ ഊർവ്യായ ജ സൂർമ്യായ ജ. അടുത്ത വീഡിയോയിൽ 11ാമത്തെ മന്ത്രവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം. ഓം നമോ ഭഗവതേ രുദ്രായ.